ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളെ സന്ദർശിക്കാൻ ഇന്നലെ ഇടതു പ്രതിനിധി സംഘത്തിന് അനുവാദം നൽകിയിരുന്നില്ല. വലിയ പ്രതിഷേധമാണ് ആ ഭാഗത്തുണ്ടായത്. നമുക്കിപ്പോൾ ആദിൽ പാലോട് ചേരുന്നുണ്ട്. ഇന്നിപ്പോൾ ബൃന്ദ കാരാട്ട് പോളിറ്റ് ബ്യൂറോ അംഗം തന്നെ ഛത്തീസ്ഗഡിൽ ദുർഗയിൽ എത്തിയിട്ടുണ്ട്. ആദിൽ പാലോട് തത്സമയം ചേരുന്നു. ആദിൽ പാലോട്, ഗുഡ് മോർണിംഗ് ആദിൽ പാലോട്. ബൃന്ദ കാരാട്ട് അടക്കമുള്ളവർ ഇന്നിപ്പോൾ ഛത്തീസ്ഗഡിൽ എത്തിയിട്ടുണ്ട്, ദുർഗയിൽ എത്തിയിട്ടുണ്ട്. ഇന്നലെ ഇടതു സംഘത്തെ കാണിക്കാൻ അനുവദിച്ചിരുന്നില്ല. UDF സംഘത്തിനാവട്ടെ വലിയ പ്രതിഷേധത്തെ തുടർന്നാണ് കന്യാസ്ത്രീകളെ കാണാൻ സാധിച്ചത്. ബൃന്ദ കാരാട്ടിനടക്കം ഇന്നിപ്പോൾ കന്യാസ്ത്രീകളെ കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ, അതല്ല വീണ്ടും ജയിലധികൃതർ നിലപാട് കടുപ്പിക്കുമോ? ഒരു പ്രതിഷേധം ഉണ്ടാകുമോ ഉള്ള സാധ്യതയുണ്ടോ അവിടെ? അതിൽ ദുർഗ് സെൻട്രൽ ജയിലിലാണ് ഞാനുള്ളത്. ഇവിടെ ഇന്നലെ UDF എംപിമാർ എത്തിയിരുന്നു. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് LDF എംപിമാർ എത്തിയത്. പക്ഷേ ആ സമയത്ത് PB അംഗം ബൃന്ദ കാരാട്ട് അടക്കമുള്ളവർക്ക് കന്യാസ്ത്രീകളെ കാണാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അവരെ മടക്കി അയക്കുകയാണ് ചെയ്തത് ജയിൽ അധികൃതർ. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാനാകുന്ന ഈ ജയിലിനുള്ളിലാണ് 5 ദിവസമായി മലയാളി കന്യാസ്ത്രീകൾ തടവിൽ കഴിയുന്നത്. ഇന്നതിന് മോചനമുണ്ടാകുമോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉള്ളത്. അല്പസമയത്തിന് മുൻപ് ബൃന്ദ കാരാട്ട് അടക്കം എംപിമാരടക്കം ഇടത് എംപിമാർ ആനി രാജ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുകയും കന്യാസ്ത്രീകളെ കാണാനായി ഉള്ളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. അനുമതി ജയിൽ അധികൃതർ നൽകിയിരുന്നു. ഏതായാലും വളരെ നിർണായകമായ ഒരു ദിവസത്തിലാണ് ഈ സന്ദർശനം എന്നുള്ളത് വളരെ പ്രധാനമാണ്. രാവിലെ 10 മണി അടുത്ത മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇത് കോടതിയിൽ, ഈ സെഷൻസ് കോടതിയിൽ കേസ് മെൻഷൻ ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ എപ്പോഴത് പരിഗണിക്കുമെന്നത് സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇന്ന് ജാമ്യം ലഭിക്കുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് ഛത്തീസ്ഗഡിലെയും പുറത്തുമുള്ള ക്രൈസ്തവ സമൂഹം ആകെയുള്ളത്. അതിനിടെ CBCIക്കെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു ഇന്നലെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ഈ രൂപത്തിൽ നിയമപരമായി എന്തൊക്കെ സഹായമാണ് CBCI നൽകുന്നത് എന്ന ചോദ്യമാണ് ജോർജ് കുര്യൻ ഉന്നയിച്ചത്. അതിന് പിന്നാലെ CBCIയുടെ അഭിഭാഷക സംഘം, വനിതാ അഭിഭാഷകരുടെ അടക്കമുള്ള ഒരു സംഘം, 3 അംഗ സംഘം ഇന്നിപ്പോൾ ദുർഗിലെത്തിയിട്ടുണ്ട്. അവർ ഈ കേസിന് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകൻ രാജ്കുമാർ തിവാരിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നുള്ളതാണ്. ഒപ്പം ഇപ്പോൾ ദുർഗിലുള്ള BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയും അഭിഭാഷകനുമായി ചർച്ച നടത്തും. ദുർഗ് സെഷൻസ് കോടതിയിൽ ഉടനെ തന്നെ കേസ് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ വളരെ പ്രമുഖനായി, സെഷൻസ് കോടതിയിലെ വളരെ പ്രമുഖനായ അഭിഭാഷകൻ രാജ്കുമാർ തിവാരിയാണ് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരാകുന്നത്. ഇന്ന് അനുകൂലമായൊരു വിധി ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും ആകെ തന്നെയുള്ളത്. അതിനിടെയാണ് ഈ വനിതാ ജയിലിനുള്ളിൽ CPM, CPI, ഇടത് പ്രതിനിധി സംഘങ്ങൾ കന്യാസ്ത്രീകളെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. അരുൺകുമാർ.